നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ? നമ്മുടെ ഓരോ ശ്വാസവും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ജീവൻ നൽകുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മൾ പക്ഷെ വായുവിന് ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറേ ഇല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ശ്വാസം എടുക്കലിൻ്റെയും ആ ലാസ്റ്റിലത്തെ ആ ബ്രെത്ത് എക്സലേഷൻ്റെയും ഇടയിലുള്ള ഒരു സമയമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്ത് കാണാറില്ല. നമ്മുടെ ജീവിതത്തിൽ പലരും സംഭവിക്കുന്നത് ഒന്നും യാദൃശ്ചികമല്ല എന്നാണ് പറയുന്നത്. ഇപ്പം സൂര്യനും ഭൂമിയും തമ്മിൽ കൃത്യമായ അകലത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ അത് ഒന്ന് ആലോചിച്ച് നോക്ക്, സൂര്യൻ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കത്തിച്ച അമ്പലാവും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞ് ഒരു നല്ല അന്തരീക്ഷ പാളിയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ എന്താണ്, മരങ്ങൾ നമുക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അത്ഭുതങ്ങളാണ്. ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. മാജിക് പ്രാക്ടീസ് ഡേ 23 ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് വളരെ ലളിതമാണ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് നമ്മളൊരു 5 തവണ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വായു അകത്തേക്ക് കയറുന്നതും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നതും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വീടിന് വെളിയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നല്ല ഒരു എന്താ പറയുക, ഫ്രഷ് എയർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ മുന്നേ താമസിച്ചിരുന്നത് തലശ്ശേരി തിരുവങ്ങാട് അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ആ തിരുവങ്ങാട് ക്ഷേത്രത്തിൽ കുറേ അധികം അരയാലുകൾ ഉണ്ട്. അപ്പോൾ ഈ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിൽ അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇപ്പോഴാണെങ്കിലും നമുക്കിവിടെ താഴെ തന്നെ കുറേ മരങ്ങളുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടന്നു കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് നമ്മൾ പിന്നെ വായു അകത്തേക്ക് എടുത്ത് അതിനൊന്ന് കൃതജ്ഞത പറയുക. ഞാൻ ഇന്ന് എൻ്റെ ഈ മാന്ത്രിക വായുവിന് കൃതജ്ഞത അർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്ന വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും അതുപോലെ ഡെയിലി ടിപ്സുകളും അവിടെ ലഭിക്കുന്നതാണ്. താങ്ക് യു.